السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. മഹാന്മാരായ സയ്യിദ് അടക്കമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ എന്ന വാക്കുകൊണ്ട് പ്രത്യേകിച്ച് ആരുടെയും പേര് പരാമർശിക്കാതെ സമയം ലാഭിക്കുകയാണ്. ഇവിടെ ആണെങ്കിലോ അങ്ങനെ എൻ്റെ പേര് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. ഈ സദസ്സ് അങ്ങനെയാണ്. ഇത് ഹൃദയം പിടക്കുന്ന സദസ്സാണ്. ഓരോ അക്ഷരങ്ങളും മനുഷ്യന്റെ ആത്മീയ പശി അടക്കുന്ന അക്ഷരങ്ങളാണ്. പല സ്ഥലങ്ങളിലും പോയാൽ പരിപ്ലവമായ ഘോരമായ പ്രസംഗം എന്നതിനപ്പുറം മനുഷ്യന് പഠിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. കൂടി വന്നാൽ ആ പ്രസംഗിച്ച ആൾ ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇവിടെ ഓരോ ആളുകൾ എണീക്കുമ്പോഴും അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന റൂഹിന്റെ പശയും ദാഹവും അടങ്ങുന്ന അക്ഷരങ്ങളാണ്. അതിനിടയിൽ ഈ മുതഅല്ലിമിന്റെ ഒരു മുഖ്യ പ്രഭാഷണത്തിന്റെ പ്രസക്തി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത്തരം വേദികളൊക്കെ അള്ളാഹു എന്നെ എത്തിക്കാറുണ്ട്. ഇനിയിപ്പോ ഇന്ന് രാത്രിയും വലിയൊരു മഹാന്റെ ഉറൂസിലാണ് വാഴത്. ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നു. കൂടുതൽ ഉറൂസിൽ വാഴതിന് അള്ളാഹു എന്നെ എത്തിക്കുന്നുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദർവേഷങ്ങൾ ഉറൂസിലും പലപ്പോഴും പങ്കെടുക്കുമ്പോൾ അവരുടെ മക്കൾ മക്കബറയിന് ഇശാറത്ത് കിട്ടി നിങ്ങളെ വിളിക്കാനുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടെ വന്നപ്പോഴും കേട്ടു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവന്റെ തെരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിന്റെ ലിഖാഅാണ്. അള്ളാഹുവിന്റെ ലിഖാഅാണ്. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനെ യാത്ര അയച്ചപ്പോൾ, ആട്ടി പറഞ്ഞയച്ചപ്പോൾ എന്നൊന്നും ഞാൻ പറയില്ല. യാത്ര അയച്ചപ്പോൾ, ആട്ടി പറഞ്ഞയച്ചപ്പോൾ എന്നൊക്കെ പറയുന്നത് ഖുർആന്റെ മർമ്മം അറിയാത്ത അതിന്റെ ചകിരി വീഴുന്ന ആളുകൾ. ആട്ടി പറഞ്ഞയച്ച ഒരാൾ മറ്റൊരു നാട്ടിലെ ഖലീഫാക്കും. യത്തീംഖാനയിൽ നിന്ന് പുറത്താക്കിയ മദ്രസയുടെ സദറാക്കല. സ്വർഗത്ത് നാട്ടിയ ഒരാളെ ഭൂമിയിലെ ഖലീഫാക്കി. ഇത് അള്ളാഹും എന്താ ചില ആൾക്കാരെ പരിഭാഷകളൊക്കെ വായിച്ച തിരിച്ചു. ആട്ടി പറഞ്ഞയച്ച റജീം എന്നതിനെ പറയാം. റഹ്മത്തിനെ തൊട്ട് ആട്ടണേന് റജീം ഇബ്ലീസാണ്. ആദരവിനെ യാത്ര അയച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞൊരു വർത്താനം, ആദനബിനോട് മാത്രമാണെങ്കിൽ ഇഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ, രണ്ടാളോടാണെങ്കിൽ ഇഹ്ബിത്താന്ന് പറഞ്ഞാൽ, ഇഹ്ബിത്തു എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു സമൂഹമാണ്. പിന്നെ ജമീഅൻ ആരോടെ തങ്ങണ്ട. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു വർത്താനം, ഫൈമാ യഅതിയന്നകും മിന്നി ഹുദാ. അതിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഫമൻ തബിയ ഹുദായ, അതാണ് ത്വരീഖത്ത്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അതാണ് ഹഖീഖത്ത്. ഇത് മൂന്നും കിട്ടിയ ആളാണ് എന്ന് ഞാൻ ചരിത്രം കൊണ്ടും ഇവിടെ വന്നപ്പോഴുള്ള അനുഭവം കൊണ്ടും മഹാനായ ഖാദിമുൽ ഇസ്ലാം നാസിഹുൽ അനാം അശ്ശൈഖ് മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന പിതാവിനെ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരാക്കാൻ അല്ലാഹു സബബാക്കിയ ദർവേഷങ്ങൾക്ക് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇവരൊക്കെ വാസലീങ്ങളാണ്. തസൗഫിന്റെ ലോകത്ത് 3 സംവിധാനമാണ്, തസ്തികയാണ്. ത്വാലിബ്, വാസിത്ത്, വാസിൽ. ആരാണ് ത്വാലിബ്? നമ്മളൊക്കെ ത്വാലിബികളാണ്. അല്ലാഹുവിനെ തേടി ഇറങ്ങാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ എത്തിയാൽ വാസിത്തായി. അവരെ ദിക്ർ പോലും ലാ മഖ്സൂദ ഇല്ലല്ലയാണ്, ലാ മഅബൂദ ഇല്ലല്ലാഹ് ത്വാലിബിന്റെ ദിക്റാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വ്യത്യസ്ത തസ്തികണ്ട്. അതിൽ താഴെയാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അത് ത്വാലിബിന്റെ. വാസിതായാൽ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, വാസിലായാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്. മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ബഅദഹു അല്ലാഹ്, മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ഫീഹി അല്ലാഹ്, മാ റഅയ്തു ശൈഅൻ ഇല്ലാ റഅയ്തു ഖബ്ലഹു അല്ലാഹ്. അല്ലാഹു 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 സ്വലവാതി അലാ നബി വസലാമി ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക സയ്യിദൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ അല്ലാഹ്. എല്ലാവരും പറയുന്ന രീതിയാണല്ലോ പഴയ കാലത്തുള്ള പാട്ടാണ്. അപ്പൊ ഒന്നും കൂടെ ഇതാണ് നമ്മളെ സംഗീതമാണ്. ഇതാണ് നമ്മളെ സംഗീതം. അതിലെ അർത്ഥം നോക്കൂ. അല്ലാഹ് എന്നുള്ളതിൽ 3 അക്ഷരമുള്ളൂ, അലിഫ് ലാം ഹാ. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 3 അക്ഷരമുള്ളൂ. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ 3 അക്ഷരം, എന്നെ പരിചയപ്പെടുത്താൻ എത്ര അക്ഷരം ഉണ്ടാവും? നമ്മളൊക്കെ പരിചയപ്പെടുത്താൻ എത്ര അക്ഷരങ്ങളാ? വലിയ പറമ്പിൽ എന്താണ്? വലിയ പറമ്പിൽ. അള്ളാഹ് 3 അക്ഷരം, അലിഫ് ലാം ഹാ. ഈ അക്ഷരത്തിന്റെ പ്രത്യേകത എന്താണോ? ഈ അക്ഷരം ചുണ്ടിന് വെള്ളം വിട്ട് വെക്കുന്ന വർത്തമാനം പറഞ്ഞില്ലേ, ചുണ്ടിൽ ചലിക്കാതെ ചൊല്ലാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് അത് 3. അതാണ് അവിടെ ബാ ഉണ്ടെങ്കിൽ കുടുങ്ങും. കാരണം ആഹ്റ കലാം അല്ലാവൂല. അവിടെ ബാ ഉണ്ടെങ്കിൽ കുടുങ്ങും. കാരണം ബാക്ക് ചുണ്ടുവാണ്, മീമിന് ചുണ്ടുവാണ്, അലിഫിനും ലാമിനും ഹായിനും ചുണ്ടുവാണ്. അത് ഹർഫ് ജൗഫിയാണ്, ശഫവിയാണ്. കാരണം എന്താ? മരിക്കുന്ന സമയത്ത് ചുണ്ട് ഇളകാതെ പൊളഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇത് ചൊല്ലും. അതങ്ങനെ ഇവരൊക്കെ ദിക്റിൽ തന്നെ അംഫാസിയ നിൽക്കുന്ന ആളുകളാണ്. അംഫാസിയ ദിക്ർ നമ്മളെ നിസ്കാരം തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങിയിട്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കണല്ലേ. അതൊരു നിസ്കാരം, അത് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയ പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവർക്ക് വേറൊരു നിസ്കാരമുണ്ട്. അത് പ്രായപൂർത്തിയായ തുടങ്ങും, മരണത്തോടെ അതിന്റെ തഹല്ലുലാവും. അവര് ഇഹ്റാം കിട്ടി പ്രായപൂർത്തിയാവുമ്പോ ഈ തഹല്ലുലാവാൻ അവരെ തവാഫ് ചെയ്യണമെങ്കിൽ കലിമാൻ ചൊല്ലിയിട്ട് പോകണം. അത് പോയ വർത്താനം നേരത്തോടെ കേട്ടത്. ഞാൻ തന്നെ കുളിച്ച് ഒതുകൊടുത്തിട്ട് അങ്ങോട്ട് വന്നത്. വേദന ഒതുകൊടുത്തിട്ടല്ല ഞാൻ പറഞ്ഞില്ല, ഏത് വേദന. പക്ഷെ അത് എന്റെ ശരീരത്തിന്റെ ഒതുവാണ്. ഇവർക്ക് വേറൊരു ഒതുവുണ്ട്, അത് സ്വദറിന്റെ ഒതുവാണ്, ഖൽബിന്റെ ഒതുവാണ്, ഫുആദിന്റെ ഒതുവാണ്, സഖാഫിന്റെ ഒതുവാണ്, ലുബിന്റെ ഒതുവാണ്, സിറിന്റെ ഒതുവാണ്. ഇതൊക്കെ കൂടിയതാ മനുഷ്യൻ. ولقد بنيت في جوف بني آدم قصرا وفي القصر صدرا وفي الصدر قلبا وفي القلب فؤادا وفي الفؤاد شغافا وفي الشغاف لبا وفي اللب سرا وفي السر أنا. الله برنامج محمد مصطفى. ഇവരെ ജസദും റെഡി, ഖൽബും റെഡി, സദറും റെഡി, ഫുആദും റെഡി, സഖാഫും റെഡി, ലുബും റെഡി, സിറിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പിയത് അല്ലാഹ്. അതാണ് പഴം പഴുത്ത് തുടിച്ചു നിൽക്കുമ്പോ പക്ഷികൾ പാറി എറിഞ്ഞ പോലെ വന്നത്. ഇത് ദുഹാസമയാണ്. ദുഹാസമയത്തിന് പ്രഭാഷണത്തിന് ഇങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. ഇത് പ്രഭാഷണത്തിന് ഒന്നുമല്ല, ഇത് പ്രഭാഷണത്തിന്റെ സസ്വല്ല. ഇതൊരാൾക്ക് സാഹിത്യത്തിന്റെ പ്രാസഭാഷയിൽ ജനങ്ങളെ പോക്കറ്റിലാക്കാൻ പറ്റുന്ന സസ്വല്ല. അങ്ങനെ ആരെങ്കിലും നീട്ടി വെച്ച് ഇവിടെ ഒരു അക്ഷരം പറഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് ദുനിയാവിലുണ്ടാവും, ആഹ്റത്തിലുണ്ട്. ഇവിടെ ഖൽബോണ്ട് സംസാരിക്കേണ്ട ശാസ്ത്രമാണ്. അള്ളാഹു അവരെ പക്കത്തോട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അവര് ഓതന കാലത്ത് തന്നെ സാധാരണ ഓത്തിന്റെ ആളല്ല. അവരെ വാപ്പാക്ക് അവരെ കുറിച്ചൊരു വേദനുണ്ടായിരുന്നു. ശൈഖുന മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് അവരെ വാപ്പാക്ക് വേദനുണ്ടായിരുന്നു. ഈ കുട്ടി കുത്തം വിടുവന്നു. കാരണം എന്താ? പാതിരാത്രി വീട്ടിൽ കയറിയത്. അതുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞു, മേലാൽ അവന് ചോറ് കൊടുക്കരുത്. അങ്ങനെ സ്വാമി എപ്പോഴാണ് നോക്കൂല, ഓങ്ങോട്ട് കയറി ഒരു വഴിക്ക് ചിലപ്പോ അപ്പൊ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ വാപ്പരിക്കൽ കാവൽ എന്ന കൊലായിൽ
ഇതെന്താ വരുന്ന അപ്പണ്ട് വാപ്പാനെ കണ്ടപ്പോ കൊലായിക്കൂടി കയറിയില്ല, അടുക്കളയിൽ കൂടി കയറി. കേരളം വെള്ളം കുടിക്കലും ഓടലൊപ്പായി. അപ്പൊ വാപ്പ ഒന്ന് പുറത്തു പോയി ഒക്കെ എന്താ മറ്റേ പണി. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലോ, പക്ഷെ രണ്ട് രീതിയാണ് നോക്കി. വാപ്പ ഒന്ന് കൂടെ പോയി നോക്കി. അപ്പൊ നേരെ പോണത് കടപ്പുറത്ത് ക്ലബ്ബക്കല്ല. കടപ്പുറത്ത് പോയപ്പോ വാപ്പ പിന്നാലെ പോയി. കാരണം അവിടെ എന്തൊക്കെ നടക്കാൻ അറിയാമല്ലോ. എന്നോട് ഇപ്പൊ അടുത്തൊരു സൂഫിയ മനുഷ്യൻ പറഞ്ഞു, വലിയ താടിയുണ്ട്, തലക്കെട്ടുണ്ട്. എന്റെ വേദിയിൽ സൂഫിയാക്കൾ ഒരുപാട് വേദനയാക്കാൻ കേൾക്കണം. പല ആളുകൾ വന്നിരിക്കുന്നു. എന്താ അവര് കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ വേദന ഇറങ്ങാത്ത ആൾക്കാരാ, നിങ്ങൾ കേൾക്കുന്നത് എന്താ രഹസ്യം അതും എനിക്കറിയില്ല. അപ്പൊ ആ കൊടുത്തപ്പെട്ട ഒരാളാ പോകുമ്പോ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വണ്ടി കയറുന്നത് വെച്ചു. ഞാൻ ആയിക്കോട്ടെ ഇറങ്ങി. അത് ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുമ്പിൽ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യാത്തൊരു കമ്മാടിത്തറ ഉസ്താദാണ്. അങ്ങനെ കള്ളുടിക്കാൻ പോയതാണ്, പക്ഷെ കർപ്പുറത്ത് നന്നായതാണ്. പോയത് കള്ളുടിക്കാനാ. പിന്നെ തൗഹീദിന്റെ കള്ളുടിച്ചിട്ടാ പോകുന്നത്. അവിടെ ഒരാളെ കണ്ട്, ഇങ്ങനത്തെ ഒരാളെ കണ്ട് അവരെ മുമ്പിൽ എത്തിയ പെട്ടെന്ന് നന്നാവും. അവരെ നെറു പോലും ഫൈന പോയി 500 ബിനൂരില്ല. ശൈഖ് ജിലാനിന്റെ പരീക്ക് കക്കാമെന്ന ആള് തിരിച്ചു പോകുമ്പോ ത്വരീഖത്തിന് ശൈഖായി പോയിട്ടുണ്ട്. വന്നത് കക്കാനാ. ഈ കക്കാമെന്ന ആള് തിരിച്ചു പോകുമ്പോ പോയത് കടലിന്റെ മുകളിൽ മുസലിട്ടിട്ട് അതിന്റെ മുകളിൽ നിസ്കരിച്ചിട്ട് കറാമത്ത് കാണും. കാരണം എന്താ? ശൈഖ് ജിലാനി കൽബിനുള്ളത് നോക്കി ഫൈനഹു 500 ബിനൂരില്ല. ആ 100 കൊണ്ട് നോക്കാൻ കഴിയുന്ന ആളായിരുന്നു മുസ്ലിം. നല്ല കത്തില പ്രോജ്വലിച്ച് നിൽക്കുന്ന ബൾബിന്റെ മുമ്പിൽ പോയിരിക്കുന്ന പ്രകാശം കിട്ടും. ഇന്ന് പീസായ ബൾബിന് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മുമ്പിൽ കുറെ ആൾക്കാർ പോയി കിട്ടും, ഒന്നും കിട്ടൂല. കാരണം ബൾബ് പീസായിക്കുന്നത്. പിന്നെ എങ്ങനെ പ്രകാശം കിട്ടുക? ആദ്യം ബൾബ് കത്തണ്ടേ. ഇവിടെ കത്തിനൊരു ബൾബ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും മരണമില്ല. തൂഫിയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ വഫാത്ത് റളിയല്ലാഹു അൻഹു ഈ മാസത്തിലാണ്. ആ മാസത്തിൽ തന്നെ അവരും വഫാത്തായി. ആധ്യാത്മിക സരണിയിലെ രാജനായ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ മാസത്തിലാണ്. ആ മാസത്തിലാണ് അവർ വഫാത്തായത്. അതിലൊരു സൂചനയില്ലേ? അതിലൊരു സൂചനയില്ലേ? സിദ്ദീഖുൽ അക്ബർ ആരാണ്? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അൽ-തഹ്ഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിൽ സിദ്ദീഖ് അബീ ബക്കർ സിദ്ദീഖ്. ആരാണ് അവര്? ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞോളി. ആരാ അവരെന്നറിയോ? 6 തവറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതിനേക്കാളും നല്ല സമയം ഉണ്ടോ? 6 തവറില് അവിടുത്തെ മടിത്തട്ട് മുത്തുനബിയുടെ മെത്ത. സുബ്ഹാനല്ലാഹ്. അതിന്റെ മേലെ ഇനി സഹാബാക്കൾ എല്ലാരും കൂടി അധ്വാനിച്ചാലും ഒന്നും കിട്ടൂല. അതാണ് മുഹത്താൻ പറഞ്ഞേ, ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചത്ത് മുളിച്ച ഒരു ഓമായ മതി. മറ്റുള്ളവർക്ക് വദിത്തു അന്നി ശാരതം മിൻ ശഅരി സദ്രി അബീ ബക്കർ സിദ്ദീഖ്. ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചത്തുള്ള ഒരു രോമായ മതിയായിരുന്നു. കാരണം ആ നെഞ്ചിന്റെ ഉള്ളിൽ മുഴുവനും ആളിപ്പടർന്നിരുന്ന അഗ്നിജ്വാല, അനുരാഗത്തിന്റെ അഗ്നിജ്വാലയായിരുന്നു. صلوا عليه وسلموا تسليما. കാക്കത്തറയിലെ കാരണവരെയും മറക്കരുത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു സലാം പറഞ്ഞുകൊണ്ടാണ് എന്റെ വണ്ടിയിൽ കയറിയത്. നബികീർത്തനം ഹൈറായ അമലാണ് ശ്രുതി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബിനായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹാദിമുൽ ഇസ്ലാമിന്റെ പായസായിരുന്നു സ്വലാത്ത്. ഹാദിമുൽ ഇസ്ലാമിന്റെ അന്നം ദിക്റായിരുന്നു. അവരുടെ ഹോമി ഫിക്റായിരുന്നു. ഖുർആനിൽ മൊത്തമുള്ളത് 3 വിഷയമാണ്: അഹദിയത്ത്, അഹമ്മദിയത്ത്, ആഖിറത്ത്. ഇത് 3ഉം കലക്കി കുറിച്ച ആളുകൾക്ക് ഒരു 3 സ്വഭാവം ഉണ്ടാവും: ദിക്ർ, ഫിക്ർ, സബ്ർ. ഇതിനൊക്കെ ആളായിരുന്നു മുസ്ലിം. അതിനൊക്കെ ആളായിരുന്നു. രാത്രി വാപ്പ കടപ്പുറത്തേക്ക് പിന്നാലെ പോയോ കേരള മറന്നാം. അത് മറന്നു തോന്നുന്നു, ഉച്ച സമയമാണല്ലോ. മറന്നാം. എന്താ ഞാൻ പറഞ്ഞു?
കടപ്പുറത്തേക്ക് വീട്ടിൽ നിന്നുമ്പോ ഒപ്പം വാപ്പ പോയൊക്കെ അങ്ങനെ വാപ്പാരെ കുട്ടികളെ വേക്കിൽ നിന്ന് പോയാൽ കുട്ടികൾ കള്ളുടിയന്മാരാവില്ല. ഈ കുട്ടി വേറെ കള്ളുടിക്കാനാ. ഏത് കല്ല്? മഹബത്തിന്റെ മുന്തിരി സാറ് കുടിക്കാൻ പോയില്ല. അങ്ങനെ ഒരു കല്ലുണ്ട്. അത് കുടിക്കാത്തോണ്ട് ഈ കല്ലൊക്കെ തിരിയണത്. വാപ്പ പിന്നാലെ പോയൊക്കെ ഇപ്പൊ വാപ്പന്നെ ഞെട്ടിപ്പോയി. കാരണം ശുഭവസ്ത്രധാരികളായ ഒരുപാട് ആളുകൾക്കിടയിൽ ഹലക്ക നടത്തുകയാണ് ബഹുമാനപ്പെട്ട ഖാദിമുൽ ഇസ്ലാം. പിറകൊക്കെ പോയിട്ട് ഉമ്മാനോട് വന്നിട്ട് അവരുടെ ഭാര്യനോട് പറഞ്ഞു, പിന്നെ ഈ നമ്മളൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം കൊടുത്തോ, എന്റെ പേടിയൊക്കെ പോയി, കുട്ടി പുറത്തപ്പെട്ട മക്കാമിലാണ്. ഈ കുട്ടിയെ വളർത്തിയത് ദർവേഷ് തങ്ങളാണ്. ദർവേഷ് തങ്ങൾ പറഞ്ഞു, ഒരു ശിഷ്യനോട് പറഞ്ഞെങ്കിൽ എത്ര ദർജയിലാവണം, ഈ അവിടെ ഇവിടെ പോയിട്ട് ഓതിക്കാറില്ല, ആർക്ക് ഓതാനുള്ള കോളുള്ളത് എല്ലാവരും ഉണ്ടാവില്ല. എല്ലാവരും പുനത്തെ ഒരു തലകെട്ടിട്ടുണ്ട് ഇൽമുണ്ടാവും. ഇൽമെന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാണോ? ഇനിയുള്ള കാലത്തൊക്കെ ഇൽമ് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം സാഹിത്യം പറഞ്ഞ ആര്യമായി കാണാതെ ഹുത്തുബോധിയാൽ അന്താരാഷ്ട്ര പണ്ഡിതനായി. അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന കാലത്ത് ആളുകൾ ഇൽമിനെ അളക്കാതെ മാനദണ്ഡമായിട്ട് പരിഗണിക്കാം. ഞാൻ പേടിക്കണം. അറബിയിലാണ് ഇട്ടുകൊണ്ട് പറഞ്ഞ ആര്യമായി, തനതൊക്കെ ഹദീസ് പറഞ്ഞ ആര്യമായി. ആ ജൂതന്മാരും പറയുന്നുണ്ട്. ലോകത്ത് മുദരിസ്മാരെ വരെ അറബി സാഹിത്യത്തിന്റെ മാനം മനസ്സിലാക്കാൻ അവലംബിക്കുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്, മുഞ്ചത്. അത് എഴുതിയത് നസ്രാനിയാണ്. അതുകൊണ്ട് ആര്യമാണ് യഥാർത്ഥ ഇൽമുള്ളത് വരെ എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ദർവേഷ് തങ്ങൾ പറഞ്ഞത്, ഈ അവിടെയും വഴിയും പോണ്ട, എനിക്ക് താജുൽ വാസലി എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. വാസലി എന്ന് പറഞ്ഞാൽ ടോപ്പ് മക്കാമാണ്. അതിന്റെ താജ് കിരീടം അതിന്റെ അടുത്തേക്കാണ് ഇൽമിനെ പറഞ്ഞത്. അവിടെ ഇൽമ പറയണ്ട. മഹാനായ CM വലിയുള്ളായി അള്ളാഹു നിറഞ്ഞൊട്ടി കൊടുക്കട്ടെ. ആലുവായി അബൂഖുറൈസയൊക്കെ പഴയ കാലത്ത് ഓതിയിരുന്നു. എങ്ങനെ ഓത്തുന്നറിയോ? ഈ സമയത്ത് വാങ്ങുന്ന സമയത്താണ് വരും ആലുവായി അബൂഖുറൈസ. എന്നിട്ട് നെഞ്ചിങ്ങനെ നേരാക്കിയിട്ടാണ് നിൽക്കും. ഉച്ചയായാൽ ആലുവായി അബൂഖുറൈസ പറയും, ഇന്നത്തെ ദർശനം എനിക്ക് നാളെ പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊന്നും മുണ്ടിയിട്ടില്ല, അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് മുണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദർശനം. ആ ദർശനത്തിന്റെ കമ്മിയാണ് ഇന്ന് ബിരുദധാരികൾ പോലും കേരളത്തെ ഏർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നൊരു സ്ഥലത്ത് പ്രസംഗവും പറയണ്ടായി. സുദ്ദീഖുള്ള ഒരു സ്വഭാവം ഉണ്ടായി. രാവിലെ വലിയ കല്ലെടുത്തിട്ട് തൊള്ളലും എന്നിട്ട് പുറത്തിറങ്ങും. സലാം പറയുമ്പോ മറക്കാൻ വേണ്ടിയിട്ട് കല്ലെടുക്കും. വലൈക്കും സലാം. ആരെങ്കിലും കണ്ടാൽ സലാം പറയാൻ കല്ലെടുക്കും. അസ്സലാം വലൈക്കും. പിന്നെ അങ്ങനെ ആളുകൾ വെച്ച് തൊള്ളയിൽ കല്ലിട്ട് നടക്കുന്ന എന്തിനാണ് പോക്കറെ? അറിയാതെ വല്ലതും പറഞ്ഞോന്ന് പഠിച്ചിട്ടാണ്. ഇന്ന് ചില ആളുകളുടെ തൊള്ളയിൽ കല്ലല്ല, മെറ്റലടക്കം കയറ്റിട്ട് സിമന്റ് ഇട്ടടക്കണം. എന്നാ കേരളം നന്നാവും. ഞാൻ ആരും ഒരാളെ പ്രതികൂട്ടിലാക്കി പറയില്ല. അങ്ങനത്തെ ഒരു സമാനല്ല. എല്ലാവരും തോർക്കണം. അള്ളാഹു ഈ ഉമ്മത്തിന് ഒറ്റക്കെട്ടാക്കി തരട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ ഇവരുടെയൊക്കെ പോക്ക് അവരുടെ സ്മാരകം അവർ തന്നെ പണിതവരാണ്. ഇൽമ കൊണ്ട് അമൽ കൊണ്ട് സ്മാരകം സ്വന്തം ഹയാത്തിൽ പണിതാൽ അത് പിന്നെ പൊളിഞ്ഞു പോകൂല. അത് നിലനിൽക്കുന്നതാണ്. മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ഉമ്മാന്റെ ഗർഭാശയമാകുന്ന ഖബറിലാണ്, മറ്റൊരു ഘട്ടത്തിൽ ഇനി മണ്ണിന്റെ ഗർഭാശയമാകുന്ന ഖബറിലാണ്. ഈ രണ്ട് ഗർഭാശയം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പടച്ചവൻ ഖലാഖ് ചെയ്തതാണ്. എന്നാൽ മറ്റൊരു ഗർഭാശയമുണ്ട്, അത് മുത്തഖീകളുടെ ഹൃദയമാണ്. അവിടെ മറമാടപ്പെട്ട മഹാന്റെ പേരാണ് ഖാദിമുൽ ഇസ്ലാം നാസിറുൽ ലനാ ശൈഖുനാ മുഹമ്മദ് മുസ്ലിയാർ. ഈ മൂന്ന് ഗർഭാശയത്തിൽ കിടന്നോ വലിയാണ്. ഒന്നുമ്മാന്റെ ഗർഭാശയം, അത് അണ്ണനും അടകോടനും കൊടുക്കും. രണ്ട് മണ്ണിന്റെ ഗർഭാശയം കബറ്, അത് ഫാസിക്കും കാഫറും കൊടുക്കും. വേറൊരു ഗർഭാശയം ഉണ്ട്, അതാണ് അള്ളാഹ് പറഞ്ഞത്, ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. في كتاب مبين الله പറയാൻ കഴിയാത്തതാണ് ഇമാം മുബീൻ. ഏതാണ് ഇമാം? ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ലൗഹുൽ മഹ്ഫൂസിൽ അതിന്റെ അർത്ഥമുണ്ട്. അത് അറിയപ്പെട്ട തഫ്സീറാണ്. ഔലിയാക്കളുടെ തഫ്സീറിൽ ഈ സാധനം കാണാം.
അപ്പൊ ഉപ്പനെ പോലെയുള്ള ആളുകൾ വഫാത്തായാൽ ലോകത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളുടെ ഇമാമികൾ ഉണ്ടാവും. അത് ചിലപ്പോൾ പള്ളിയിലായിരിക്കും, ചിലപ്പോൾ മദ്രസയിലായിരിക്കും, ചിലപ്പം തെങ്ങുമ്മ കയറിയിട്ട് തേങ്ങ വെട്ടിലുണ്ടാവും. ആള് വലിയായിരിക്കും. അങ്ങനെയുണ്ട്. ഷാറാനിമാം ദർശനത്തിന് അന്നത്തെ അന്താരാഷ്ട്ര പണ്ഡിതനാണ്. അപ്പൊ അലിയുൽ ഹവാസ് അവര് ദർശനത്തിന്റെ പള്ളിന്റെ മുറ്റത്ത് ഒരു സൈഡിൽ നിന്നിട്ടാണ് ഉള്ളിൽ കയറുക. ആളുകളുടെ ചർച്ചയായി 4 മദ്ഹബും പഠിച്ച ഉസ്താദിനെ തുടരാത്ത ഹംക്ക് ഒരു 30 സമയമായാലും പള്ളിയുടെ സൈഡിൽ തോർത്തുകൊണ്ടിരിക്കും. സാധാരണ ഇത് ഭയങ്കര പൊട്ടിയുണ്ട്. കാരണം ആൾക്കാരുടെ കുറച്ചിലല്ലേ ഇയാൾ സൈഡിൽ പള്ളി കയറില്ല, ഉന്ത്യാൻ കയറും. സാധാരണമാരാ ഖുർആന്റെ ഉള്ളും പുറയും തിരിയുന്നതാണ്. സാധാരണ പണ്ഡിതല്ല, ഭയങ്കര പണ്ഡിതൻ. അങ്ങനെ ഒരിക്കൽ എന്ത് ചെയ്തു, ഷാറാനിമ നല്ല മഞ്ഞുള്ള സമയത്ത് ഇയാൾ പുറത്ത് നിസ്കരിക്കണ്ടപ്പോ സുബഹി സ്റ്റേജിൽ പള്ളിക്കുമ്പോ ഒറ്റ തട്ടനൊട്ടു പള്ളി ഉണ്ടാക്കി ഈ തണുപ്പത്തിൽ മഞ്ഞ് വീഴുമ്പോ നിസ്കരിക്കല്. അപ്പൊ തിരിച്ചൊരു ചോദ്യം, സൈനബന്റെ ആരാണ് പോകുന്നത്? സൈനബന്റെ കഴുതേന്ന് പറഞ്ഞോട് ഒരു കുട്ടമുണ്ട്. എന്താ സംഭവം അറിയോ? തലേന്ന് രാത്രി പുഴയിൽ നടന്നാണ് ഈ പറഞ്ഞത്. മുമ്പേ ബാലിന്റെ പേര് സൈനബ്. ചെറുപ്പക്കാർക്കാണ് ചുരുക്കളിൽ പെടുന്നു. ഓൾക്ക് എന്നൊരാഗ്രഹം കുതിരപ്പുറത്തൊന്ന് പോകണമെന്ന്. രണ്ടാളോട്ട് പോയിട്ടില്ല. അന്നത്തെ ഇന്നോവ കുതിരയാണ്. പക്ഷെ രണ്ടാളും അന്ന് ഇന്നോവയിൽ പോയിട്ടില്ല. ഇന്നോവ എന്ന് പറഞ്ഞാല് കഴുതപ്പുറത്ത് പോയിട്ടില്ല. അപ്പോ രാത്രി തലേന്ന് ദർശ കഴിഞ്ഞപ്പോ ഷാറാനിമാനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പ്രായം കൂടി, ഞാൻ പ്രായം വളരെ കുറഞ്ഞു ചെയ്തു, എന്റെ തുശീലങ്ങളൊന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. എന്തെന്ന് വെച്ചു ഇത് കഴുതപ്പുറത്ത് പോകാൻ നല്ല ബോധ്യമുണ്ട്. ഷാറാനിമാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കഴുതപ്പുറത്ത് കയറ്റിട്ട് അങ്ങാടി കൂടി പോയാൽ എനിക്ക് മറ്റന്നാൾ ദർശനം എത്താൻ പറ്റും. ഇതെന്തായി പറഞ്ഞത്? എനിക്ക് ജനങ്ങളുടെ നീണ്ടിരുന്ന നടന്ന് ഞാനൊരു പണ്ഡിതനല്ല, മുദരിസല്ല, നാട്ടിൽ മുദരിസല്ല, അതിന്റെ കഴുതപ്പുറത്ത് വെച്ചിട്ട് നമ്മളെ കൂടി അങ്ങാടി കൂടി പോയാൽ പിന്നെ എനിക്ക് ദർശനം എത്താൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ നിങ്ങളിപ്പോ മന്ദിക്കും ആണിയൊക്കെ പഠിച്ച ആളല്ലേ, അതെ ഒന്ന് ഒപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കുളത്തിൽ കഴുതപ്പുറത്തിനെ കയറ്റി തരണം. ഇപ്പൊ ഷാറാനിമാൻ തലയെ കെട്ടാണ്ട് പോയി തുണി അയച്ചിട്ട് വേറൊരു തുണിയാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കഴുതായി തരാം. എന്നിട്ട് മുമ്പാണ്ട് വളഞ്ഞ് കൊണ്ടിട്ട് പുറത്ത് പെണ്ണുങ്ങളെ കയറ്റിട്ട് സുബിയേരെ ഇങ്ങനെ കളിക്കരുന്ന് പഠി. അതാണ് രാവിലെ മുഖത്തോക്കി പറഞ്ഞത്, സൈനബന്റെ കഴുത എനിക്ക് വേറൊരു നിജപ്പെണ്ണ് ചീത്താറാൻ തുടങ്ങിയത്. അതിലാണ് കാലം കഴിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്നെ നന്നാക്കി തരണം. ആരാ പറഞ്ഞ? അന്താരാഷ്ട്ര പണ്ഡിതൻ. നന്നാക്കി തരണം എന്നപ്പോ ഒന്നാമത്തെ ശബ്ദം എന്ന് പറയാം, ഖുർആൻ തൊടാൻ പാടില്ല, ദർസ് നടത്താൻ ചുണ്ട് തുറക്കാൻ പാടില്ല, ദർസ് തിരിച്ചുവിടണം. ഇനി മുതൽ വേറെ ജനങ്ങളിൽ നിൽക്കാൻ പാടില്ല, ഞാൻ പറയുമ്പോഴേ എണീക്കാൻ പാടുള്ളൂ. യഥാർത്ഥ ഒരു മുസ്ലിംക്ക് പറ്റും. അത് ഒക്കെ തീരുമാനിച്ചു. മുമ്പിൽ അങ്ങോട്ട് കാലിയേറ്റുന്നു. ബിസ്മിന്റെ അർത്ഥാണ് പറഞ്ഞു കൊടുത്ത് ബോധം കെട്ടുന്നു. അതിന് ശേഷമാണ് അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്നൊരു കിതാബുണ്ട്. ആ കിതാബാണ് വായിച്ചാൽ, വായിക്കും പോലെ വായിച്ചാൽ ഇന്ന് രാത്രി മനം പൊട്ടി നിൽക്കും. അങ്ങനത്തെ കിതാബ് അത് ഇവരെ നോട്ടത്തിൽ നിന്ന് കിട്ടിയ ഇൽമാണ്. കിതാബിൽ നിന്ന് കിട്ടാത്തൊരു ഇൽമുണ്ട്. അത് വരെ മുമ്പ് ഇവർ കിതാബാണ്. കിതാബിൽ മുത്തഹരിക്ക് കിതാബ് രണ്ടെണ്ണുണ്ട്. കിതാബിന് ഓരോ മുത്തഹരിക്ക്, കിതാബിൽ മുത്തഹരിക്ക് ഇളകുന്ന കിതാബാണ് ആവശ്യം. ഇളകാത്ത കിതാബ് 4 ഉള്ളൂ. സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, തൗറാത്ത്. ഇളകാത്ത കിതാബ് 4. ഇളകുന്നത് 1,24,000 ഉണ്ട്. ലോകത്ത് ആവശ്യം ഇളകണ കിതാബാ. ഇന്ന് ലൈബ്രറി മുഴുവനും കിതാബാണ്. ഒക്കെ ഇളകാത്തതാണ്. ഇളകണ കിതാബ് പറഞ്ഞു. ഇളകണ കിതാബുകളൊക്കെ അവരായ സമയത്ത് വഫാത്തായി അവർ ശാന്തമായി കിടക്കുകയാണ്. യഥാർത്ഥ പണ്ഡിതൻ തന്നെയാണ് സത്യം. ഇലാഹവ ഖബറിലേക്ക് താഴ്ന്നു പോയാൽ ആ നജ്മാണ് കിടക്കുന്നത്, ആ ദുഹായാണ് കിടക്കുന്നത്, ആ ഫജ്റാണ് കിടക്കുന്നത്, ആ കൗക്കബാണ് കിടക്കുന്നത്, ആ ശംസാണ് കിടക്കുന്നത്, ആ നൂറാണ് കിടക്കുന്നത്. ആ നൂറിന്റെ പ്രസരണത്തിന്റെ സ്ഫുരണമാണ് ഇവരൊക്കെ. അല്ലാഹു തആല അവരുടെ പദവിയിൽ വന്ന് നമുക്ക് ആ മാരിഫത്തിന്റെ ടേസ്റ്റ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖൽബുകൾ മാരിഫത്തിനുള്ള പാത്രമായി അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതിന് നമ്മളല്ലാതാവണം. അള്ളാഹിനെ കാണുന്ന പോലെ ആരാധിക്കണം. അതാണ് ഇഹ്സാൻ. ഇനി ഞാൻ അർത്ഥം വെക്കാം, ഫൈലം തക്കുൻ, നീ അല്ലാതായി മാറിയാണ്. പിന്നെ ഗ്രാമർ അനുസരിച്ചുകൊണ്ട് തറഹു എന്നാണ് പറയുന്നത്. പക്ഷെ തറാവൂന്നും പറയാം. അങ്ങനെ ഒരു അഭിപ്രായം. നീ അല്ലാതെ അയാൾ തറാവു നീ കാണും. അനാനിയെ ഒഴിവാക്കി
വാക്യം നീ കാണും. അതാണ് ഇന്ന ആതൈനാക്കൽ കൗസർ, നാം തങ്ങൾക്ക് അൽ കൗസർ തന്നില്ലേ. ഏതാണ് അൽ കൗസർ? നുബുവത്ത് തന്നില്ലേ. ഫസല്ലി, അതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുക. ലി റബ്ബിക നിസ്കരിക്കുക. അതിന് വന്നഹർ, നിങ്ങൾ കന്നിനെ അർക്കണതിന് നിങ്ങളൊന്ന് അർത്ഥോളിന്ന് പറഞ്ഞു. അത് അള്ളാനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. റഅയ്നാ മിത്രൽ അത്തറൽ മിഖയതി ഫീ സദരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഞാൻ ഇതൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട, ഇവിടെ വന്ന് പോകുന്നത് തന്നെ വലിയ മഹത്താണ്. ഞാൻ ഈ മക്ബറയിൽ പോയാൽ വലിയ ദ്വാരം തോക്കില്ല. അപ്പൊ ഞാൻ ഒന്നും ചെയ്താൽ ചിലർ തെറ്റിദ്ധരിക്കും. എന്നാൽ ഈ മക്ബറ ഉറൂസാണ്. ഞാൻ അവിടെ കയറി 2 വർത്താനം പറഞ്ഞ് ബാക്കിൽ ഞാൻ പോകുന്നു. അപ്പൊ ആൾക്കാർക്ക് ദ്വാരക്കം ചെയ്യാം. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ബാക്കിൽ നാമേ പറയാൻ. അവരെടുത്തൊക്കെ പറഞ്ഞ് നമ്മളെ ഈ ഷവർമ നമ്മളെ കൈ തരുന്നതിന് മുമ്പ് കുബൂസ് ഒന്നാണ് വെച്ചു കൊടുക്കൂലേ. ഇവിടെ ഒന്നും വെക്കലില്ല. ഷവർമ അങ്ങനെ പൊതിനേന് മുമ്പ് കുബൂസ് കൊടുക്കുന്നത്. അതാണ് ഈ മക്കബറയിൽ നിങ്ങളാണെന്ന് വെച്ചു കൊടുക്കണം. കുബൂസ് വെച്ച് ഈത്തുകളിൽ കൊടുക്കും. ദ്വാര പറയും വേണ്ട, ദ്വാരക്കുമ്പോൾ അതവില് ദ്വാരക്കണം. റസൂലിനെ മാത്രം പറയല്ല, അതവില് ദ്വാരക്കണം. വലിയൊന്നും വേണ്ട, അത് മതി. ഇവിടെ പുറത്തൊക്കെ വരുന്നില്ല, അതന്നെ ദ്വാര, അത് മതി, എല്ലാം കിട്ടും. ഇതന്നെ ഹാലിയാകുവാൻ യുദ്ധത്തിന് ഒരു ദ്വാര. ഈ യുദ്ധത്തിനൊരു മാനല്ലേ, വല്ലതും തരണേന്നല്ല ഇതിലർത്ഥം. ഖൗലിയാകുവാണ്ട്, ഹാലിയാകുവാണ്ട്, ഫെയിലിയാകുവാണ്ട്, ഈ 3 ദ്വായ ഒരുമിച്ച് കൂടിയ അപൂർവം വ്യക്തികളിൽ അധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഖൽബിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഇർസ്, ഉജ്ബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത് എല്ലാം പോണം. അൽബം കണ്ട് പാത്രം കണ്ട് കാലിയാവണം. പണ്ടൊരു സൂഫിയോട് ശിഷ്യൻ പറഞ്ഞു, ആ സൂഫിക്ക് പാല് നല്ല ഇഷ്ടമാണ്. ഉസ്താദ് അള്ളാനെ പറഞ്ഞുതരുമെന്ന് വെച്ചു. ദർസ് നടത്തണം അതിനാണെന്ന്. അപ്പൊ എനിക്ക് തിരിച്ചു തരുന്നു, ഞാൻ പാല് തരാം, പാലല്ല ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ദർസ് ഞാൻ നടത്തി തരാം. അള്ളാനെ പറയുന്നതിന് മുമ്പ് ഒരു ദർസ് ഉണ്ട്, അതാണ് ഇന്നാണ്. ആയിക്കോട്ടെ. അങ്ങനെ പാല് വാങ്ങാനുള്ള പാത്രം ഇട്ടാണ് സൂഫി പോണത്. ഈ പാത്രത്തിൽ നിറയെ ചളിയും കരിയുണ്ടായി. ശിഷ്യനെ കൊണ്ടുപോയി. ശിഷ്യനെ വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പാലായി നിറച്ചു കൊണ്ടു പോയി. അപ്പൊ ഉസ്താദ് നിങ്ങൾ ദർശനം നടത്തിയില്ലല്ലോ. ഞാൻ ദർശനം നടത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലേ? അള്ളാഹുവിന്റെ മാരിഫത്താവുന്ന പാല് തന്നെങ്കിൽ പാത്രം കഴുകി വൃത്തിയാക്കണം. അതന്നെ ഇന്നത്തെ ദർശനം. ഞാൻ നാളെ തരാം പാല്, കുലുവല്ലാഹുവിന്റെ പാല് ഞാൻ ഒഴിച്ചുതരാം. പക്ഷെ ഇന്ന് പാത്രം, ഞാൻ കൊടുത്ത പാത്രം വൃത്തിയാക്കുന്ന പോലെ നിന്റെ പാത്രം ഞാൻ വൃത്തിയാക്കണം. അതിന് നാളെ ഒന്ന് വാ, ഒന്ന് വൃത്തിയാക്കിയിട്ട് പാല് വരാൻ പറ്റുള്ളൂ. നമ്മൾ പാത്രം വൃത്തിയാക്കിയെന്ന ഇവർക്ക് മരണമൊന്നുമില്ല. അവർക്ക് മരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. സൂഫിയ എന്ന് പറഞ്ഞാൽ എന്തായാലും വഫാന്നുള്ള ഫീൽ പറഞ്ഞാൽ ഈ ജീവിതം കോഴ്സ് പൂർത്തിയായിട്ടുള്ളൂ. കോഴ്സ് പൂർത്തിയായിട്ട് കോളേജിൽ നിന്ന് പുറത്തായ കുട്ടികൾ പിന്നെ വരവില്ല. ദുന്യവിയായ ഹാർട്ടിന്റെ കോഴ്സ് പൂർത്തിയായി. ഇനി അവർക്ക് തക്ലീഫില്ല. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ശരിക്കും 2ാമത് ജീവിച്ചാലും അവർക്ക് നിസ്കാരത്തിന്റെ തക്ലീഫില്ല. ഓഞ്ഞ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണ്ടാണ് തോൽഫീലുള്ളത്. മനസ്സിലായോ? നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു, 4 ജീവിച്ചു, കബറിൽ നിന്നിട്ട് വന്നു. ഇനി അയാൾ മരിച്ചാൽ ആരും മയ്യത്ത് കുളിപ്പിക്കണ്ട. കാരണം നമ്മൾ തന്നെ കുളിപ്പിക്കാനും മൂപ്പരെ നീക്കാനൊന്നും നമ്മൾ എന്താക്കുക, ഇത് കുളിപ്പിച്ച് കയറിയുള്ളൂ. അപ്പൊ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് അർത്ഥത്തിലുള്ളൂ. വഫാത്തായി പോയ മുഴുവൻ ആളുകളും ബൈത്തുൽ മുഖദ്ദസിലെ മൗലൂങ്ങളായിട്ടുന്നപ്പോ അതിന്റെ മുമ്പിൽ ആൺകുട്ടിയെ പോലെ ഇമാമെത്തുന്ന പ്രപഞ്ചത്തിന്റെ ഇമാമിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ആകാശലോകം കണ്ട് പൂമാൻ വന്ന് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഇജാ ഇലാ കുല്ലി സമാഇ തസഫഫാ ഇജാ ഇലാ കുല്ലി സമാഇ തസഫഫാ റസൂലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫാ ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ صلى بكل خلفه مأموما صلوا عليه وسلموا تسليما രാത്രിയിൽ ഇമാമത്തും
വഹിച്ചെന്ന് മഅ്മൂമുകൾ നബിയാക്കളും അണിനിന്നേ അവർക്കുള്ളുമേ മർഹബ പാടിയെന്ന് തിരുമുസ്തഫായിന് ആദരങ്ങൾ നേർന്നേ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ ഈ മാസത്തിൽ ഔലിയാക്കളുടെ ഹെഡായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ വിടവാങ്ങിയ മാസമായതുകൊണ്ട് എന്റെ സകല പ്രഭാഷണത്തിന്റെയും പര്യാവസാനവും അതിന്റെ മധ്യയും അതിന്റെ മധ്യവും ഹുബ്ബുർ റസൂലാവല് എനിക്കൊരു തീരുമാനമായതുകൊണ്ട് പിരിയുന്ന സദസ്സിനോട് മഹാനായ ശൈഖുനാ ഖാദിമുൽ ഇസ്ലാമിന്റെ ഓർമ്മയിലായി അവരും ആ തറവാട്ടിൽ പാർത്ത ആളായതുകൊണ്ട് സിദ്ദീഖിന്റെ ഓർമ്മയിലായി അവസാനിപ്പിക്കുകയാണ്. അവരുടെ സഹധർമ്മണി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹദിയാണ്. ഈ സ്റ്റേജിൽ മഹാന്മാരായ മഖ്ദൂമികളുണ്ട്, അതിന് പുറമെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സയ്യിദുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ബിമനിൽത ഹാദിഹിൽ മർതബത യാ അബൂബക്കർ സിദ്ദീഖ്, ഞങ്ങളിൽ നിന്ന് സമുന്നതമായ സ്ഥാനം അങ്ങേക്ക് എങ്ങനെയാണ് കിട്ടിയത്? അബൂബക്കർ ഫഖാല അബൂബക്കർ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, വജത്തുന്നാസ സിൻഫൈൻ, ഞാൻ ജനങ്ങളെ രണ്ട് രീതിയിലാണ് കണ്ടത്. സിൻഫുൻ ഒരു വിഭാഗം താലിബുദ് ദുനിയാ, അവർ ദുനിയാവിന്റെ എച്ചിലുകൾക്ക് പിന്നാലെ പട്ടണത്തിലൂടെ നട്ടോട്ടം ഓടുകയാണ്, അവരുടെ തലയിൽ ആഹാരം കയറിയിട്ടില്ല. മറ്റൊരു വിഭാഗം സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ്. അത് രണ്ടിലും പെടാൻ ഈ അബൂബക്കറിന് പറ്റൂല. ഞാൻ സ്വർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ദുനിയാവ് എന്റെ തലയിൽ കയറിയിട്ടില്ല. റസൂലുള്ളാഹിനെ കിട്ടിയിടം മുതൽ എന്റെ ഹൃദയം മുഴുവനും പടച്ചവനെ കിട്ടണമെന്ന ദാഹത്തിലാണ്. അലിയേ എന്ന് പറഞ്ഞ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓതുന്ന കാലത്ത് പാതിരാവിലെ പകലായി മൗലയെ തേടിയിട്ട് ഫിക്റിന്റെ കുളത്തിൽ ഇറങ്ങിയിട്ട് മുത്തും പവിഴവും വാങ്ങി മാരിഫത്തിന്റെ തറവാട്ടില് പ്രസന്ന ഭാവത്തോടെ ദിക്റിനെ അന്യമാക്കി കഴിഞ്ഞ മഹാനായ ഖാദിമുൽ ഇസ്ലാം നാസിഹുൽ അല്ലാഹുവേ, അവർക്ക് നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കണേ അല്ലാഹ്. ഇവിടെ ഈ ദുആ സമയത്ത് നമ്മളെ മുഴുവനും എത്തിച്ചത് മൗലയായ അല്ലാഹയാണ്. ഇത്തരം സദസ്സുകളിൽ പ്രസംഗിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് പറയുന്നത് മതകേട്. ആ ഭാഷ ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം അല്ലാഹ് എത്തിച്ചൊരു സ്ഥലം എനിക്കുള്ളതല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ വ്യക്തിപരമായ സ്വകാര്യതയിലേക്ക് ഉൾവലിഞ്ഞാൽ വളരെ മോശമാണെങ്കിലോ റബ്ബ് കൊണ്ടുവന്നെത്തിക്കുന്നത് ഇന്നിട്ടെങ്കിലും ഒന്ന് നന്നാകട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാഹ് ഈ മുതഅല്ലിം വന്നതും ഇൽമ പകരാനല്ല, നന്മ നുകരാനാണ് അല്ലാഹ്. അതുകൊണ്ട് മഹാനവർ ഇട്ടേച്ചു പോയ മാരിഫത്തിന്റെ പ്രകാശം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിന് പാകപ്പെട്ട കൽബാക്കണേ അല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ ഓർമ്മയിലായി പിരിയുകയാണ്. 6 തവണ സിദ്ദീഖുലെ കൊണ്ട് പാമ്പ് കടിച്ചത് പറയുന്നില്ല, അത് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. പക്ഷെ അവിടുത്തെ മടിത്തട്ടിൽ മുത്തനബി കിടക്കുന്ന സമയത്ത് മറ്റൊന്നുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, മുസ്തഫ നബിയോട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ആരാധി എനിക്കറിയാം നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ അഫ്ളലല്ലേ, അഷ്റഫല്ലേ, അക്രമല്ലേ, അസിയനല്ലേ, അഅ്ളമല്ലേ. പക്ഷേ എന്റെ മടിയിൽ ഞാൻ അങ്ങേക്ക് മടിശീലം നിവർത്തി തന്നു.
എന്റെ ശരീരം നോക്കാതെ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന ഞാൻ ആരാണ് നബിയേ? ഉടനെ തന്നെ മുത്തു മുസ്തഫ ഹദറൂറിൽ വെച്ചുകൊണ്ട് സുദീഖിനെ കൈമാറിയ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷകരമായ സന്ദേശമാണ് അബൂബക്കറേ അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദാണ്. അന്ത സദീഖി വറഫീഖി വജനാഹി വഅനീസി. എന്നിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, അതാണ് നമുക്ക് ബന്ധപ്പെട്ടത്. ശ്രദ്ധിക്കേ, നിങ്ങളോട് നാളെ അള്ളാഹ് സ്വർഗത്ത് പോകാൻ പറയും. അപ്പൊ നിങ്ങൾ പറയും ലാ അദ്ഖുലുഹാ, ഞാനതിലേക്ക് കയറൂല. ഹത്താ യദ്ഖുല മഈ മൻ അഹബ്ബനി ഫീ ദാരി ദുനിയ, ദുനിയാവിൽ എന്നെ സ്നേഹിച്ച മുഴുവൻ ആൾക്കാരെ എനിക്ക് കിട്ടണം, അവരെ കൂടെ ഞാൻ പോകുള്ളൂ എന്ന് അള്ളാഹ് പറയുമ്പോൾ നിങ്ങളെ ദുനിയാവിൽ സ്നേഹിച്ച മുഴുവൻ ആളുകൾ നിങ്ങളെ ചുറ്റോറുണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടിയാണ് പോവാ അബൂബക്കർ എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ഈ പ്രസംഗമല്ല, ഈ ഒച്ചവെക്കലിന്റെ അവസാന സമയത്ത് പ്രഥമമായി എന്റെ ഓർമ്മയിലും പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്താൻ. ഇത് എന്റെ ഒരു സുദീർഘമായ പ്രസംഗത്തിന്റെ വേദിയല്ല എന്ന വിഷയത്തിൽ എനിക്ക് വളരെ കൃത്യമായ അവബോധമുള്ളത് കൊണ്ട് ഇത്രയും നീട്ടി സംസാരിച്ചത് കൂടുതലായോ എന്ന് എന്നോട് എനിക്ക് തന്നെ ഹയാവുള്ളത് കൊണ്ട് ഇനി ഒട്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൂര സ്ഥലത്തേക്ക് രാത്രി ഒരു ഉറൂസിന് വേറെ എത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എന്റെ വാക്കിൽ എന്തെങ്കിലും പരിക്കേൽക്കുന്ന അക്ഷരങ്ങൾ വന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും വേണമെന്ന് മഹാന്മാരോടും നിങ്ങളോട് ഒരുപോലെ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദുആന്റെ പടച്ചവനെ ഉഷ്ണമുള്ള സമയത്ത് മഹാന്മാരെ ഓർമ്മയിൽ ഞങ്ങൾ വന്നതാണ്, വേറെ ഒന്നുമല്ല. അത് തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങളെ കൽബിനി നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ കൽബിനി നിന്നിലേക്ക് ബന്ധപ്പെടുത്തി തരണേ അല്ലാഹ്. നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കുൻ മഅല്ലാഹ് ഔ മഅമൻ കാന മഅല്ലാഹ് ഫഇന്നഹു യൂസിലുക ഇലല്ലാഹ്. ഞങ്ങൾ നിന്റെ കൂടെയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ കൂടെയുള്ള ആൾക്കാരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മുഖേന നിന്നിലേക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മാരിഫത്ത് കുറച്ച് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. തസ്കിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതോടുകൂടി ഞങ്ങൾ പലരും പല രോഗമുള്ളവരുണ്ട്. ഇവിടെ വന്നുപോയിട്ട് സലാം പറഞ്ഞിട്ട് ക്യാൻസർ അടക്കം മാറിയ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് വന്ന് നിന്ന് ദ്വാരന്ന് പോയപ്പോ ക്യാൻസർ പോയി. അങ്ങനത്തെ വലിയൊരു മഖാമാണ്. അല്ലാഹുവേ ഞങ്ങൾ എല്ലാ രോഗങ്ങളും, ഷുഗർ, പ്രഷർ, അതുപോലെ അറ്റാക്ക്, ബ്ലോക്ക്, എന്തൊക്കെയെന്ന് എല്ലാ ദിവസവും ക്യാൻസർ രോഗികളെ കാണുന്ന ആളെയാണ്. ഇന്നലെയും കണ്ടു ക്യാൻസർ ഉള്ള രണ്ടാള് വണ്ടി കയറുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ അടുത്ത പരിപാടിക്ക് ഏരിയയിൽ വരുമ്പോൾ നമ്മളുണ്ടോന്ന് അറിയില്ല, അങ്ങനെയൊക്കെയാണ് പറയാം. ക്യാൻസർ രോഗികളൊക്കെ കാലം വന്നിരിക്കുന്ന കാലാണ്. അതിന് പാർക്ക് ക്യാൻസർ എന്നില്ല, അടക്കി ക്യാൻസറാണ്. അള്ളാഹു ഞങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും ശാഖ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീക്കി തരണേ അല്ലാഹ്. ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള രോഗം തന്നെ ഞങ്ങളെ നീ കടത്തല്ലേ അല്ലാഹ്. ദീർഘായുസ്സ് ദാഴത്തിന് വേണ്ടി നൽകണേ അല്ലാഹ്. ഞാൻ ഈ മക്ബറ ആദ്യം പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുഖേനയാണ്. പിന്നെ അവരൊക്കെ എന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ദുനിയാവിൽ അല്ലാഹു കാരണങ്ങളാക്കി. അതൊക്കെ അള്ളാന്റെ വെളിയാണ്. ഇവിടുന്ന് ഒരു വലിയ ആളുണ്ട്, ആ ആളി കത്തണം. എന്നാൽ ജീവിതത്തിൽ സിറാത്ത് മുസ്തഖീം തെറ്റൂല. ആ ഒരു ആന്തരിക ഇന്ധനം അല്ലാഹു നമുക്ക് ഈ സദസ്സിൽ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. വീട് പണി നടക്കുന്നവർക്ക് ഖൈറാരൂപത്തിൽ അത് മുഴുവനാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വസ്ഥത നൽകണേ അല്ലാഹ്. പഠിച്ചവനെ സമസ്തന്റെ ഉലമായിനി മഹാനായ ജിഫ്രി തങ്ങൾ, ശൈഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ്, പാണക്കാട് തങ്ങന്മാരെ എല്ലാ ഉലമായിനി നീ ഒറ്റക്കെട്ടാക്കി തരണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായിനൊക്കെ ഒറ്റക്കെട്ടാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഉണ്ടാക്കല്ലേ അല്ലാഹ്. കഷ്ടമായി വിധ്വംസക പ്രവർത്തനങ്ങളായി ഈ ഉമ്മത്ത് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി ശത്രുക്കൾ കൈയടിച്ച് ചിരിച്ച് കാണാൻ വയ്യ റബ്ബേ. നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. നീ മുഖല്ലിബുൽ ഖുലൂബിലെ തലീഫ് നടത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഇസ്ലാഹ് നടത്തണേ അല്ലാഹ്. ഇർഷാദ് നടത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഉള്ളവർക്ക് നീക്കി കൊടുക്കണേ അല്ലാഹ്. അറ്റാക്കുള്ളവർക്ക് മാറ്റി തരണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവർക്ക് നീക്കി തരണേ അല്ലാഹ്. കടമുള്ളവർക്ക് വീട്ടി തരണേ അല്ലാഹ്. ഗൾഫിൽ പ്രയാസം
പ്രയാസപ്പെടുന്ന പ്രവാസികളെ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ തലമുറയെ ഞങ്ങളെ കുടുംബത്തെ തത്വയിലായി ജീവിച്ച് തത്വയിലായി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റവും സന്തോഷദായകമായ ദിവസം നിങ്ങളെ മൗത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ഇവിടെ ശിഷ്യൻ ഉസ്താദിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഹൃദയം പടച്ച് കണ്ണ് നിറഞ്ഞില്ലേ? എന്തോ ഒരു പോക്കാണ് പുതിയാപ്പളന്റെ പോക്കല്ലേ. അവർക്ക് മണ്ണറ മണിയറയല്ലേ. അതുകൊണ്ടല്ലേ ഉറൂസ് എന്ന് പറയുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ അത് അറൂസിൽ എന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം മണിയറ, മണവാളൻ എന്നൊക്കെയാണ്. കാരണം മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ളവർക്ക് ഖബർ മണ്ണറയില്ല, അത് മണിയറയാണ്. മണിയറയാ ഞങ്ങളെ ഖബറുകളും നീ മണിയറകളാക്കി തരണേ അല്ലാ. പടച്ചവനെ ഇനിയുള്ള കാലം ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ശക്തി നൽകണേ അല്ലാ. ഏത് സാഹചര്യത്തിലും തോന്നിവാസത്തിന്റെ പടുകുഴിയിൽ വീഴ്ത്തല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ ഒന്ന് കൂട്ടിപ്പിടിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ. മദീനയുടെ കൈക്കുള്ള സദസ്സാക്കണേ അല്ലാ. മദീനയുടെ മദത് നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير. കുറച്ചേരം കൂടി ഇവിടെ ഇരിക്കണം എന്നാഗ്രഹമുണ്ട്. വളരെ ലോങ്ങിൽ ഒരു ഉറൂസിനെത്താണ്. അതുകൊണ്ടാണ് പോകുന്നത്.